എന്നെ കുഞ്ഞിലെ മുതലേ എൻ്റെ അപ്പൂപ്പൻ അമ്മൂമ്മയാണ് വളർത്തിയത്. കാരണം എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി. എൻ്റെ അങ്ങനെ അപ്പൂപ്പനെ പോയി ഞാൻ വളരെ മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരുടെ വായിന്നു. അതിന് അപ്പൂപ്പനൊന്നും അപ്പൊ നമ്മുടെ കൃഷ്ണകുമാർ യൂട്യൂബർ കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി വീണ്ടും വേറെയായിരിക്കാണ് ഗൈസ്. ഇവർ ഇടക്കിടക്ക് മാസത്തിൽ ഒരു തവണ എല്ലാവരും കൂടി ഏറിപ്പോലും അല്ലെങ്കിൽ ഒറ്റ കാര്യങ്ങളൊക്കെ ആയിട്ട് പോലും സ്ഥിരമുള്ള പരിപാടിയാണ്. പക്ഷെ ഇത്തവണ ഏറിപ്പോയ നിങ്ങൾ ഓൾറെഡി പലരും ചെയ്ത വീഡിയോ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടാണ്. ഒരു ഭാഗം പോലും നമ്മൾ വിട്ടുപോകുന്നില്ല. സോ അവസാനം വരെ കാണാം. പിന്നെ ആദ്യമേ ഒരു കാര്യം പറയാം, പുതിയ ചാനലാണ് നമ്മുടെ, പഴയ ചാനൽ പോയി ഓൾറെഡി. റിക്കവർ ആവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അതുവരെ ഇതിന്റെ അകത്തായിരിക്കും വീഡിയോ ചെയ്യുന്നത്. സോ ആദ്യമായിട്ട് വീഡിയോ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഹൈ ബട്ടൺ ഒന്ന് ആക്ടിവേറ്റ് ആയിട്ട് വന്നിട്ടില്ല ആയിക്കോളും. അപ്പൊ എനിവേ ഈ ഒരു വിഷയത്തിലേക്ക് കിടക്കാം. ഇതിന്റെ തുടക്കം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻവി ചെയ്ത ഒരു വീഡിയോ നിന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടുന്നത്. ഞാൻ തമ്മിലിൽ ഇട്ടോല, സ്വന്തം അമ്മയെ നോക്കാത്ത ആളാണോ സിന്ധു കൃഷ്ണ, ഇവർ ഇത്ര അഴുക്ക ഫാമിലിയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ടോ, ചോദിക്കണോ, സംസാരിക്കണോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. കുറെ കാര്യങ്ങൾ, കുറച്ചധികം വീഡിയോസ് ഇതിൻ്റെ അകത്ത് ഇടേണ്ടതുണ്ട്. ഇതിന്റെ ടൈം എത്ര പോകുന്നത് എനിക്കറിയില്ല. നിങ്ങൾ മാക്സിമം ഈ ഒരു വിഷയത്തിൽ വീഡിയോ കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടിരുന്നോളാം. കാര്യം എന്താ ചെയ്യുന്നത്, സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഓഫ് കോഴ്സ് ഇത് നമ്മുടെ ഒരു കണ്ടന്റ് തന്നെ, എൻ്റെ ഒരു കണ്ടന്റ് തന്നെയാണത്. നമുക്ക് തുടങ്ങാം. എന്തായാലും തൻവിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്നെ കുഞ്ഞിലെ മുതലേ എൻ്റെ അപ്പൂപ്പൻ അമ്മൂമ്മയാണ് വളർത്തിയത്. അപ്പോൾ കഴിഞ്ഞ 1-2 വർഷമായിട്ട് അപ്പൂപ്പൻ അമ്മൂമ്മ എന്നോട് മക്കളെ വാ നമുക്ക് വയ്യ വയ്യ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, ഓക്കെ, അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പനുണ്ട്, അപ്പൂപ്പൻ അമ്മൂമ്മയുണ്ട്. പിന്നെ കഴിഞ്ഞ ഒരു വർഷം അപ്പൂപ്പന് ഹോം നേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അവൾക്ക് വീട് തൂത്ത് തുടയ്ക്കാൻ ആളുണ്ടായിരുന്നു. അപ്പം ഞാൻ മാസം അങ്ങോട്ട് പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. ഇതിൻ്റെ ഒക്കെ ചിലവിന് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. കാരണം എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കണമായിരുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ടല്ലേ യുജുവായിട്ട് വീണ്ടും അടുത്തത്. അപ്പോൾ അതുവരെ എന്നെക്കൊണ്ട് വീട്ടിലെ കാര്യങ്ങളും അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അയക്കുമായിരുന്നു. പിന്നെ ഈ ഹോം നേഴ്സിനല്ല, വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ അയക്കുമായിരുന്നു. അപ്പോൾ അവരുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിന് ഞാൻ പിന്നെ അവരെ വിളിക്കുമ്പോൾ വരാം ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇരിക്കുമായിരുന്നു. അവസാനം ഞാൻ മറ്റേ പ്രഗ്നൻ്റ് ആയ സമയത്ത് അപ്പൂപ്പൻ മക്കളെ നീ വരുന്നില്ലേ, മക്കളെ നീ എപ്പോൾ വരും എന്ന് പറയും. അപ്പം ഞാൻ അപ്പൂപ്പ ചുമ്മാ അപ്പൂപ്പ ഞാൻ എന്തായാലും ഇനി കൊച്ചു ജനിച്ച് കുറച്ച്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നാണ് കാര്യങ്ങളുടെ തുടക്കം. ഈ തുടങ്ങിയത് എവിടെയെന്ന് വെച്ചാൽ കമന്റ് ബോക്സിലാണ്. ഇവരുടെ കമന്റ് ബോക്സ് അതിന് ശേഷം അവർ ഓഫ് ആക്കി, പിന്നെ ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. പലരും ഒന്നും കേൾക്കാതെ തുടക്കത്തിൽ ഒരു സാധനം മാത്രം വെച്ചിട്ട് മൊത്തത്തിൽ ഒരു കമന്റ് ബോക്സിൽ വരുന്ന ഒരു സാധനം വെച്ചിട്ടാണ് ഈ പറഞ്ഞ നെഗറ്റീവ് അടിച്ചു വിട്ടത്. പക്ഷെ ഒരാൾ ചെയ്ത വീഡിയോ കണ്ട്, എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്, അത് പെർഫെക്റ്റ് സാധനമായിരുന്നു. അടിപൊളിയായിട്ട് അവൻ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആൾ ആ സ്റ്റേറ്റ്മെന്റിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. സോ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് നമ്മളെല്ലാം കൂടി ഉൾക്കൊള്ളിക്കുമ്പോൾ അതിനൊരു കറക്റ്റ് ഫോമാറ്റ് വരും. അതുകൊണ്ടാണ് ഇപ്പൊ തൻവി ഈ പറഞ്ഞ ഒരു സാധനത്തിൽ നിന്ന് ആൾക്കാർ കണക്ട് ചെയ്യുന്ന എന്തിലേക്കാണ് അറിയോ, സ്വന്തം അമ്മേന സിന്ധു കൃഷ്ണ തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പൊ തൻവിയിൽ പറയുന്ന കാശ് കൊടുക്കുന്നുണ്ട്, അവിടുത്തെ ജോലിക്കാർക്ക് കാശ് കൊടുക്കുന്നുണ്ട്, വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യം എന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാവരും കണക്ട് ചെയ്യുന്ന. അപ്പൊ ഈ സിന്ധു കൃഷ്ണ എന്ന് പറഞ്ഞ വ്യക്തി 10 പൈസ കൊടുക്കുന്നില്ലേ, നോക്കുന്നില്ലേ, അല്ലെങ്കിൽ അവിടെ ചെല്ലുന്നില്ലേ എന്നുള്ള കുറെ ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. അത് നല്ല രീതിയിൽ കമന്റ് ബോക്സിൽ റിഫ്ലക്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് കമന്റ് ബോക്സ് ഉൾപ്പെടെ ഓഫ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്. മനസ്സിലായില്ല? ഇതാണ് ഇതിന്റെ ഒരു ബേസിക് തുടക്കം. അപ്പോൾ ടിക്കറ്റ് ഒന്നും എടുത്തില്ല, നീ സമയമുണ്ടല്ലോ, എന്തിനാ നിങ്ങൾ കിടന്നെ ചുമ്മാ ഇപ്പോഴേ വിളിക്കുകയെന്ന് പറഞ്ഞ് ഞാൻ വഴക്ക് വരെ പറഞ്ഞ്. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ അറിയുന്നത് അപ്പൂപ്പൻ ഇങ്ങനെ മരിച്ചു പോയെന്ന്. അതും കൂടെ ആയിരുന്നപ്പോൾ ഞാൻ ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു. കാരണം എന്നെ അവരാണ് വളർത്തിയത്. അപ്പോൾ അവസാനം എന്നെ 1-2 വർഷം നീ വാന്ന് വിളിച്ചിട്ട് ഞാൻ വന്നില്ല. കാരണം ഞാൻ പൈസ ഉണ്ടാക്കുന്നു, എനിക്കിങ്ങനെ കുറേ പൈസ ഉണ്ടാക്കുന്നു, എനിക്ക് അവിടെ ക്യാൻറ്റീനിലൊരു വീട് വെക്കണം, ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പരിപാടി. ഓക്കെ, അപ്പൊ ഇതായിരുന്നു തൻവിയുടെ ഒരു ബേസിക് പ്ലാൻ. ഈ ഒരു സമയത്താണ് അവർ വരാനിരുന്ന സമയത്ത്, അല്ലെങ്കിൽ വരാന്ന് പറഞ്ഞ ഡിലേ ആക്കിയിട്ട സമയത്താണ് അപ്പൂപ്പൻ ഇങ്ങനെ മരിക്കുന്നത് എന്നുള്ള വേർഷനൊക്കെ പറയുമ്പോഴും എഗെയിൻ ഈ ഒരു ഇമോഷണൽ സാധനം ഭയങ്കരമായിട്ട് ബിൽഡ് ആവുന്നുണ്ട് അവിടെ ആൾക്കാർ കാണുന്ന വ്യൂവേഴ്സിന്റെ ഉള്ളിൽ. നേരെ എല്ലാവരും കണക്ട് ചെയ്ത സിന്ധു കൃഷ്ണനെ, അവരെന്തൊരു സ്ത്രീയാണ് ഇത്രയൊക്കെ ആയിട്ടും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് വരുന്നത് മൊത്തം. ഇപ്പൊ ഈ ആദ്യത്തെ ഈ 2-3 വീഡിയോയുടെ ക്ലിപ്സ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വന്നൊരു ഇമേജ് അതാണ്. ഞാൻ കണ്ടപ്പോഴും എനിക്ക് ആദ്യം ഇങ്ങനെ ചിന്തിച്ചത്. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു ഇവർ ഈ വേർഷൻ മാറ്റി പറയും, അല്ലെങ്കിൽ ഇവർ തിരുത്തി പറയേണ്ട വരും എന്നുള്ളത്. ഓക്കെ, അതിലേക്ക് വരുന്നുണ്ട് നമ്മള്. ഞാനൊരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ വയസ്സായ ആൾക്കാർ അല്ലെങ്കിൽ പാരന്റ്സ്, ഹൂവർ ഇറ്റ് ഈസ്, നമ്മളോട് ഇഷ്ടമുള്ള ആൾക്കാർ എപ്പോഴെങ്കിലൊക്കെ നമ്മളൊന്ന് കാണണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പറ്റുമെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കാൻ നോക്കുക. നമ്മളോട് ഇഷ്ടം കൊണ്ടാണെങ്കിൽ അത് അച്ഛനമ്മമാരായിരിക്കാം, അപ്പൂപ്പനമ്മൂമ്മയായിരിക്കാം, ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ അവസ്ഥ എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല.
നിങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മളായിരിക്കാം, അതായത് നിങ്ങളെ കാണണം എന്ന് പറഞ്ഞ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം. ആർക്കൊക്കെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. മനുഷ്യരുടെ ജീവിതം അങ്ങനെയാണ്. നമ്മുടെ എന്തൊരു ഒരു ഒരു ശരീരമാണിത്. അതെപ്പോ ജീവനില്ലാണ്ടാകാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളിൽ വരും എന്നുള്ളതൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ വരുന്നല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു വെച്ചെന്നുള്ളൂ. ഈ ഒരു കാര്യം കേട്ടപ്പോ അങ്ങനെ പറയണം തോന്നി എനിക്കൊന്ന്. എന്താണ്ട് എന്ത് ചെയ്യണടാ? പാക്കിംഗ് എന്റെ കൊച്ചുങ്ങളെ എവിടെ? എന്റെ കൊച്ചു ഒരാള് കുഞ്ഞു വാവേ കുഞ്ഞുവാവ് ഉറങ്ങുവാ. പിന്നെ ടിഷ്യൂ ഒന്ന് കേട്ടെ. ലിയാനെ ഡേ കെയറിൽ പോയി. എന്താണ് ഇന്ന് ഡേറ്റ് എത്ര? ഇന്ന് 12. ഞാൻ ഡേറ്റ് പറയല്ലേ ഡേറ്റ് ഒന്നും ആരോടാ പറയല്ലേ. ഞാൻ എന്തായാലും ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി ഇരിക്കുകയാണ് മക്കളെ എന്റെ കുട്ടികളെ കാണാൻ. കാരണം എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി. എന്റെ ഞാൻ ഒറ്റയ്ക്കായി. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ അമ്മൂമ്മയായിട്ടുള്ള ഈ വീഡിയോ കോള്, വെരി പേഴ്സണൽ വീഡിയോ കോള് ഷൂട്ട് ചെയ്തൊരു വ്ളോഗാക്കി ഇടണ്ടായിരുന്നു തൻവി എന്ന് തന്നെ എനിക്ക് ആദ്യമേ പറയാനുള്ള കാര്യം. ഇതിൽ നിന്നാണ് എഗെയിൻ മേജർ ആയിട്ടുള്ള അടുത്തൊരു ഇഷ്യൂ വരുന്നത്. ഈ അമ്മൂമ്മ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ളത്. അപ്പൊ എഗെയിൻ കാണുന്ന വ്യൂവേഴ്സിന് ആ ഇമോഷണൽ സാധനം എന്താ പറയാ ഉള്ളിലേക്ക് വരും. അതായത് ഈ അമ്മമാര് നാട്ടിലുള്ളതും അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഫാമിലീസും, അല്ലെങ്കിൽ അമ്മമാരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഇതുപോലെ പ്രായമായ മക്കളും കാര്യങ്ങളും എല്ലാവർക്കും പെട്ടെന്ന് ഇത് കണക്ട് ആവും. കാര്യം ഇവരുടെയൊക്കെ വീഡിയോസ് കാണുന്നത് കൂടുതൽ സ്ത്രീകളും ഫാമിലി ഓഡിയൻസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അവര് രൂക്ഷമായിട്ട് അതിൻ്റെ അകത്ത് പെരുമാറും. അതാണ് അവിടെ ആക്ച്വലി സംഭവിച്ചത്. ആ ഒരു ലേഡി എന്ന് പറഞ്ഞാൽ അവരുടെ പ്രായം അതാണ്. അവരുടെ നമ്മൾക്ക് എല്ലാവർക്കും വീട്ടിൽ അമ്മൂമാരും അപ്പൂപ്പന്മാരുണ്ട്. ഇവരൊക്കെ പ്രായമായി വരുമ്പോഴേക്ക് കുട്ടികളുടെ മനസ്സാന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, എന്താ പറയണേ എന്താ ചെയ്യണേന്നൊന്നും ഒരു പിടുത്തുണ്ടാവില്ല. എന്റെ ഒരു ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരി പറഞ്ഞതിന് ശേഷം പോകും. കാര്യം നമ്മളോട് അത്രയും ഭയങ്കര സ്നേഹമുള്ള ഒരു ലേഡിയായിരുന്നു. ഞാൻ കണ്ടതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഗ്രാൻഡ് മദർ. ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിക്കാരിയൊക്കെ. ഒരു അവസാന ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൈൽഡിഷായിരുന്നു. എന്തൊക്കെയോ പറയും, ചിലപ്പോൾ ഒരു കാര്യമില്ലാണ്ട് ഓരോരുത്തരെ കുറ്റം പറയുക വെച്ചാൽ അത് മനസ്സിൽ തോന്നണ ഒരു തോന്നലുകൾ, ഒരു എന്താ പറയാ, ഒരു റിലേ ഇല്ലാതായി അവർക്ക് ആ ഒരു സമയത്തൊക്കെ. നമുക്കത് നന്നായിട്ട് മനസ്സിലായിരുന്നു. നമ്മൾക്ക് ആ സമയത്ത് കൂടെ നിന്ന് ഭയങ്കര ഒരു ടേക്ക് കെയർ ചെയ്തു. ഇപ്പൊ എന്റെ മദറൊക്കെ ആണെങ്കിൽ ഫുൾ ടൈം അവിടെ തന്നെ ആയിരുന്നു, വീട്ടിൽ തന്നെ ആയിരുന്നു. ആ ഒരു ഇതാണത്. വയസ്സായി കഴിഞ്ഞാൽ അങ്ങനെയാണ് മനുഷ്യർ. എനിക്ക് ആരെടുത്തരും ഇല്ല എന്നത്തെ ആകെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജോലിക്ക് വരുന്ന ആൾക്കാരും നേരെ നിക്കുന്നില്ല. അതാണ് അമ്മൂമ്മയ്ക്കുള്ള ബുദ്ധിമുട്ട്. അല്ലാതെങ്കിൽ ഇപ്പൊ ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരും ഇല്ല. ആരും ഒരു ഫോൺ കോൾ പോലും ചെയ്യാനില്ല. അത് കാരണം ഇപ്പൊ എനിക്ക് ഇത്രയും BP കൂടി, ഹൈ BP ആണ്. അത്രയ്ക്ക് വയ്യാതെയാണ് മോനെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വരട്ടെ, ഞാൻ വന്നിട്ട് വേണം അമ്മൂമ്മേനെ കൊണ്ട് രാവിലെ എക്സസൈസ് 4 മണിക്ക് എണീക്കണം. 4 മണിക്ക് എണീച്ച് നമ്മള് രാവിലെ CPT നടക്കാൻ പോവും, ഓടാൻ പോവും. ഞാൻ എണീക്കും, അവളെന്നെ എണീക്കും. ബേസിക്കലി ഇവരൊരു വൈബ് മനസ്സിലായല്ല. തൻവിയും അമ്മൂമ്മയും തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ്. അവര് നല്ല ജോളിയാണ്, അടിപൊളിയാണ്. ഈ അമ്മൂമ്മക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം ഇവരോടാണ് എന്ന് നമുക്കിപ്പോ വേണമെങ്കിൽ പറയാൻ കാര്യം. അതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കുറച്ചും കൂടി അടുപ്പം ഈ തൻവി എന്ന് പറഞ്ഞ ആളോടാണ്. അതിനുള്ള സാധനം എവിഡന്റ് ആയിട്ട് അവരുടെ സംസാരത്തിലും കാര്യങ്ങളുണ്ട്. കാര്യം ചിലരങ്ങനെയായിരിക്കും. ചില അമ്മൂമ്മമാർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കൊച്ചുമക്കളോ അല്ലെങ്കിൽ മക്കളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എത്ര മക്കൾ ഉണ്ടെങ്കിലും എത്ര കൊച്ചുമക്കൾ ഉണ്ടെങ്കിലും. സോ ഇവിടെ അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആക്ച്വലി ഈ വക കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുകൊണ്ടാണ് ആൾക്കാർക്ക് എത്ര ഗുരുവട്ടി ഇപ്പൊ വേറെ രീതിയിലൊക്കെ ടോക്ക് പോകുന്നത്. ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. എസ്പെഷ്യലി ഫാമിലി വെരി പേഴ്സണൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഒരു മന്ദബുദ്ധിത്തരം എന്ന് ഞാൻ പറയാം. ആവശ്യമില്ലാതെ കുറെ കാര്യങ്ങൾ, കുറച്ചൊരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി അങ്ങനെ എടുത്തിട്ടിടും. അവസാനം അത് വലിയൊരു വിഷയമായി മാറും. രണ്ട് കുടുംബങ്ങൾ എന്നേക്കുമായിട്ട് തല്ലിപ്പിരിക്കുന്ന രീതിയിലേക്കാവും. ഓക്കെ, ഇനി ഇതിന് ശേഷം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് അപ്പൂപ്പൻ ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ എന്നെ നോക്കി വളർത്തിയവർക്ക് അവസാനം ഇങ്ങനെ പ്രായമായതിനു ശേഷം അവരെ നോക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തിനാ ഇത്രയും ഞാൻ പൈസ ഉണ്ടാക്കി അവർക്ക് അയച്ച്? എന്തിനാ? എങ്കിൽ ഇവർക്ക് വല്ലതും പൈസ കൊടുത്തിട്ട് എന്നെ നോക്കിയാൽ പോരായിരുന്നോ? അതേപോലെ ഞാനും ഇനി അവസാനം ഞാനിപ്പോൾ മെറ്റേണിറ്റി ലീവ് ടൈം നോക്കി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേക്കുക. എന്നെക്കൊണ്ട് ഇവർക്ക് പറ്റുന്ന ഒരു ഹോം നേഴ്സും അല്ലെങ്കിൽ പറ്റുന്ന ഒരു സ്ഥിരം നിൽക്കാൻ പറ്റിയ ഒരു ജോലിക്ക് നിൽക്കുന്ന ഒരാളെ ഏർപ്പാട് ചെയ്ത് ഞാൻ വന്നപ്പോൾ ഈ വീട്, എൻ്റെ പൊന്നെ, ഈ വീട് മൊത്തവും കുളമായിരുന്നു. കുളമെന്ന് വെച്ചാൽ എനിക്ക് വീട് കണ്ടപ്പോൾ തല കറങ്ങുക. അമ്മാതിരി സാധനങ്ങളാണ് കൂട്ടി. സോ
സോ ഇതിൽ നിന്ന് വേറെ ചില കാര്യങ്ങൾ കൂടി മനസ്സിലായി. അതായത് സിന്ധു കൃഷ്ണ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള മറ്റാരും ഈ വീട്ടിലേക്ക് പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് തൻവി ഇവിടെ പറയാതെ പറഞ്ഞു വെച്ചേക്കുന്നത്. തൻവി നാട്ടിൽ വന്ന് നോക്കിയപ്പോഴേക്കും റൂമിന്റെ അവസ്ഥ, വീടിന്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. ഇതൊക്കെ എന്തിനാന്നുള്ളത് ഞാൻ ഈ വീഡിയോ മൊത്തം കണ്ട് അതിനുശേഷമുള്ള ഇവരുടെ വേറൊരു വീഡിയോ പാർട്ട് 2 എന്നുള്ള സാധനം കണ്ടു. പാർട്ട് 2 എന്ന് പ്ലാൻഡ് അല്ല എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായി കണ്ടപ്പോ. എന്താ വെച്ചാൽ പാർട്ട് 1 ഒരു സാധനം ഇറക്കിയപ്പോ അതിൽ നിന്ന് കയ്യിൽ നിന്ന് കുറെ സാധനങ്ങൾ വന്നു പോയപ്പോ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി പാർട്ട് 2 ആക്കേണ്ട ഒരു അവസ്ഥ വന്നു, അല്ലെങ്കിൽ പാർട്ട് 2 അത് ഇൻക്ലൂഡ് ആക്കേണ്ട വന്നു എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഇനി ആരും ആ വീഡിയോ പോയി കാണേണ്ട കാര്യമൊന്നുമില്ല, പലരും കണ്ടിട്ടുണ്ടാവും എനിക്കറിയാം. നല്ല വ്യൂസ് കയറിയിട്ടുണ്ട്. അവരെ കുറെ നാൾക്ക് ശേഷം ഒരു വീഡിയോസിനൊക്കെ അത്യാവശ്യം നല്ല റീച്ച് കയറിപ്പോയത് ഈ ഒരു സാധനമാണ്. ഇനി സിന്ധു കൃഷ്ണ ഈ പറഞ്ഞ പോലെ സിന്ധു അമ്മ, അയ്യോ അമ്മ എന്ന് വിളിക്കാൻ പാടില്ലെന്നല്ലേ ദിയ പറഞ്ഞത്. സിന്ധു കൃഷ്ണ ഇത് മതി. ഓക്കെ. സോ സിന്ധു കൃഷ്ണ മേഡം കുറച്ചാൾ മുമ്പ് ഇതുപോലെ ഒരു ലൈവിൽ വന്നിരുന്നിട്ട്, ഒരു അത്യാവശ്യം ലൈവ് അല്ല, 1 hour സംതിങ് എന്തോ ഡ്യൂറേഷനുള്ള ഒരു വീഡിയോ ആണ്. അതിൽ ഈ അച്ഛൻ മരിച്ചതിന്റെ അല്ലെങ്കിൽ അവരുടെ അച്ഛൻ മരിച്ചു പോയതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ഇപ്പോൾ ഈ നമ്മുടെ ഹോം നേഴ്സ് ആദ്യം വന്നതിന് ശേഷം വലിയ ഇഷ്യൂസ് ഒന്നും ആക്ച്വലി ഇല്ലായിരുന്നു. ഹി വാസ് ആക്ച്വലി അറ്റ് പീസ്. ബിക്കോസ് എല്ലാം പക്കായിട്ടാണ് നടന്നത്. ഭക്ഷണം കഴിക്കുന്നതായാലും മരുന്ന് കഴിക്കുന്നതായാലും ഫോളോ എവറിത്തിങ് വാസ് ഹാപ്പനിങ്. ഇറ്റ് വാസ് ലൈക്ക് ഭയങ്കര. എന്നോട് ഇപ്പോൾ എല്ലാവരും ചോദിക്കുമായിരുന്നു എങ്ങനെയുണ്ട് ഡാഡിക്ക്, ഓക്കെ ആണോ അവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയാം പുതിയ പയ്യൻ വന്നതിന് ശേഷം ഭയങ്കര ഓക്കെയാണ്, അവിടെ പ്രശ്നങ്ങളേ ഇല്ല, വളരെ കംഫർട്ടബിൾ ആണ്. അല്ലെങ്കിൽ സെപ്റ്റംബറിൽ ഡാഡിയുടെ സർജറി നടന്ന ആ കാലം തൊട്ട് ഫെബ്രുവരിയിലാണ് ഈ കുട്ടി വന്നത്. ആ കാലം വരെ നമ്പർ ഓഫ് ഹോം നേഴ്സസ് അറ്റ് കെയിം ആൻഡ് ചിലർ നിന്നു, ചിലർ ഒട്ടും പറ്റുന്നില്ലായിരുന്നു, ചിലരൊക്കെ ഒരു മാസം നിന്നു, ചിലർ 2 ആഴ്ച നിന്നു, ചിലർ 5 ദിവസം നിന്നു. ആൻഡ് ഇറ്റ് വാസ് അങ്ങോട്ട് കോപ്പ് അപ്പ് ചെയ്യുന്നില്ലായിരുന്നു അവിടെ. അതേ ഹോം നേഴ്സിന്റെ കാര്യങ്ങളും ആൾക്കാർ വന്നു പോയതും അവിടെ നിൽക്കാതിരുന്ന അവിടെ നിൽക്കാറില്ല, ആരും നിൽക്കുന്നില്ല, കൂടുതൽ അവരുടെ അമ്മയായിട്ട് ഒത്തു പോകുന്നില്ല എന്നുള്ള ഒരു വേർഷനൊക്കെ ഇടയിൽ എവിടേക്കോ പറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് അവിടെ എവിടെയോ ഞാൻ കേട്ട സാധനം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു സാധനം നിങ്ങൾക്ക് വ്യക്തമാണല്ലോ. ഈ അമ്മൂമ്മ, ആ വയസ്സായ ലേഡിയുടെ ഒരു ക്യാരക്ടർ ചിലപ്പോൾ പെട്ടെന്ന് എടുത്തിയാടി ചൂടാവുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അമ്മമ്മമാരുണ്ട്. അത് മോശമൊന്നുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. കാര്യം നമ്മുടെയൊക്കെ ആ വീട്ടിലെ അമ്മമാര് വയസ്സായവരൊക്കെ എന്തൊക്കെ കാണിച്ചു വിട്ടു. പലർക്കും പല അനുഭവങ്ങളുണ്ട്. നമുക്ക് അവരോട് വെറുപ്പോ ദേഷ്യം ഉണ്ടോ? ഒന്നുമില്ല. നമ്മുടെ ആൾക്കാരല്ലേ, നമ്മുടെ അമ്മമ്മയല്ലേ, അല്ലെങ്കിൽ നമ്മുടെ അമ്മൂമ്മയല്ലേ, നമ്മുടെ അപ്പൂപ്പനല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങോട്ട് പോകും. അതൊരു രസമല്ലേടാ. ഒരു സമയം കുറച്ച് കഴിയുമ്പോൾ അവരില്ലാത്തൊരവസ്ഥ വരുമ്പോഴേക്കും ഇതൊക്കെ ഓർക്കുമ്പോൾ വലിയ വിഷമം വരും എല്ലാവർക്കും. അപ്പൊ ഇതിൽ നിന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു വെച്ചാണ് കുറച്ച് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇവര് അങ്ങനെ ഇവരെ ഫാമിലി തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരൊന്നും അല്ല. ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഞാൻ ആ വീഡിയോ ഒന്നും എടുത്ത് വെക്കുന്നില്ല. സിന്ധു കൃഷ്ണയുടെ ചാനലാണെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി വ്ളോഗുകളിലാണെങ്കിലും പല സ്ഥലങ്ങളിലും ഈ അമ്മേനെയും പിന്നെ ഈ അവരുടെ ഡാഡിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അവർ ഒരുമിച്ച് പുറത്തു പോകുന്ന വ്ളോഗുകളൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, കുറെ വ്ളോഗുകളുണ്ട്. എന്നും പറഞ്ഞിട്ട് വീഡിയോ കാണിക്കുന്നത് തന്നെയാണ് റിയൽ ലൈഫ് എന്നുള്ളതും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഉണ്ട്, ഇവരങ്ങനെ നോക്കാത്ത രീതിയിൽ വിസിബിളി നമുക്ക് ആർക്കും തോന്നുന്നില്ല. പിന്നെ ആഫ്റ്റർ ഈ ഒരു 2020 തൊട്ട് ഇങ്ങോട്ടാണ് ഐ ആക്ച്വലി ഗോട്ട് ടു സ്പെൻഡ് സോ മച്ച് ടൈം വിത്ത് ഡാഡി. അല്ലെങ്കിൽ ഡാഡി വല്ലപ്പോഴും വരുന്നു, ഒരാഴ്ച എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ വരുന്നു, നിൽക്കുന്നു, പോകുന്നു, അങ്ങനെയായിരുന്നു. ഇത് 2020 കോവിഡ് കാലമായ അന്ന് തൊട്ട് ലൈക്ക് ഈസ് ബീൻ ഹിയർ. ആൻഡ് പിന്നെ നമ്മളും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. പിന്നെ നിങ്ങളും കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ എല്ലാ വീഡിയോസിലും ലൈക്ക് ഡാഡി ആൻഡ് മൈ മദർ ഓൾ വർ ലൈക്ക് വെരി ഫെമിലിയർ ടു യു ഓൾ. ദേ വർ എ പാർട്ട് ഓഫ് എവറിഥിങ്. എക്സാക്ട്ലി. ഇതുപോലെ നമ്മൾ വീഡിയോയിലൊക്കെ അവരെ കണ്ടിട്ടുണ്ട്, അവര് വന്നിട്ടുണ്ട്. തൻവി വന്ന് പറഞ്ഞൊരു വേർഷനിൽ നിന്ന് പറഞ്ഞത് പുള്ളിക്കാരി മീൻ ചെയ്തത് ഇത് തന്നെയാണ്. അല്ലാണ്ട് ഇനി അതിൽ വേറെ ഒന്നും പറയാനില്ല. ആരും നോക്കാനില്ല, ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിലൊരു മീനിങ് വന്നേക്കുന്നത്. അല്ലെങ്കിൽ അവരതെല്ലാം ഉദ്ദേശിച്ചതെന്തെങ്കിലും ഐ ഡോണ്ട് തിങ്ക് സോ. ലൈക്ക് അങ്ങനെ തന്നെയാണ് ആ ഒരു മെസ്സേജ്. ഇറ്റ്സ് ലൗഡ് ആൻഡ് ക്ലിയർ. അങ്ങനെ തന്നെയാണത്. ഓക്കെ. ഇനി ഇതിന് ശേഷം ഈ തൻവിയുടെ വീഡിയോ വന്നതിന് ശേഷം ആകെ കൂടി പ്രശ്നങ്ങളായി. ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും എടുത്തിട്ട് കൊടുക്കാൻ തുടങ്ങി. തമ്പനയിലും ടൈറ്റിലൊക്കെ വലിച്ച് വാരിയിട്ടുണ്ട് കുറെ ടീമുകള്. ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴേക്കും ഞാൻ ആക്ച്വലി ഇന്നലെ വേറൊരു കാര്യത്തിന്റെ പുറകെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കിത് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇന്നലെ നൈറ്റ് എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവനെ മാനേജ് ചെയ്യാൻ പെട്ട പാടെ എനിക്കറിയാം. അപ്പൊ എല്ലാരും വിഷയങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കും ഇപ്പൊ. അപ്പം ഇന്നലെ നൈറ്റ് ആണെന്നോണം ഐ തിങ്ക് ഞാൻ തൻവിയുടെ വേറൊരു വീഡിയോ കൂടി വന്നു. അതിൻ്റെ അകത്ത് ഇപ്പൊ അവരെ കമന്റ് ബോക്സിൽ വന്ന ഈ ഒരു വിഷയം അല്ലെങ്കിൽ ആൾക്കാരെ ഏറ്റെടുത്ത് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്തവരുടെ ഈ ഒരു ഇഷ്യൂ അവരതിൽ പറഞ്ഞു പോകുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് പാർട്ട് 2 എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ട വീഡിയോ വേറെ എന്തോ ആയിരുന്നു. മറ്റേത് ഇട്ടപ്പോ കയ്യെന്ന് പോയി തോന്നിയപ്പോഴേക്കും പിന്നെ വന്നിരുന്ന ഒരു മെഴുകലായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ഈ അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പന് ഞാൻ
ആരെന്ത് ചെയ്താലും അമ്മൂമ്മയ്ക്ക് അപ്പം ഞാനാണ് ലോകത്തെ ഏറ്റവും ഇഷ്ടം എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവരെല്ലാ കാര്യങ്ങളും എനിക്ക് അന്ന് ചെയ്തു തന്നത്, അതേപോലെ തിരിച്ച് ഞാനും ചെയ്തു കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ ഫോൺ വിളിക്കാൻ ആരും ഇല്ല എന്നൊക്കെ പറയുന്നത് എന്നെ വിഷമിപ്പിച്ചിട്ട് നാട്ടിലേക്ക് വരുത്താനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമാത്രമല്ല ഓക്കെ, ഇപ്പൊ അത് ക്ലിയർ ആയല്ലോ. ആദ്യം പറഞ്ഞു വെച്ചൊരു സാധനത്തിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് വരാതിരുന്നത് അത് ഇന്ന കാര്യം കൊണ്ടാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പൂപ്പനും അമ്മൂമ്മയുടെ ഒരു പ്ലാൻ ആയിരുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും വരും എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അത് മനസ്സിലായതുകൊണ്ടാണ് തൻവി അവിടെ തന്നെ ഇരുന്നത്, കാശ് മാത്രമേ കൊടുക്കാറുള്ളൂ എന്നുള്ളത്. ഓക്കെ, ഇനിയാണ് നെക്സ്റ്റ് ഒരു കാര്യത്തിലേക്ക് വരുന്നത്, സിന്ധു കൃഷ്ണയുടെ ആ ഒരു ഫാക്ടറിലേക്ക്. ഹോം നേഴ്സിനാണ് ഞാൻ പൈസ കൊടുത്തത്. പക്ഷേ ഹോം നേഴ്സിനല്ല, ജോലിക്ക് വരുന്ന ആൾക്കാർക്കാണ് ഞാൻ പൈസ കൊടുത്തത്. ഏതാണെന്ന് എനിക്ക് കറക്റ്റ്ലി അറിഞ്ഞുകൂടാ. ഞാൻ അമ്മൂമ്മയ്ക്ക് പൈസ അടിച്ചു കൊടുക്കും, അമ്മൂമ്മ ആർക്കാണെന്ന് വെച്ചാൽ കൊടുക്കും. കാരണം എനിക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അമ്മൂമ്മ ഇത്ര രൂപ ഒരു മാസം, ചില സമയത്ത് അമ്മൂമ്മയുടെ എക്സ്പെൻസ് ഇച്ചിരി കൂടുതലാകുമ്പോഴത്തേക്കും ഞാൻ കൂടുതൽ അയച്ചു കൊടുക്കും. എന്നെക്കൊണ്ട് അഫോർഡ് ചെയ്യുന്ന അത്രയും ഞാൻ അയച്ചു കൊടുക്കും. എല്ലാം എന്നെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ബാക്കിയെല്ലാം സിന്ധുമ്മ അവരൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ഓക്കെ, ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായിട്ട് അവർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സിന്ധു കൃഷ്ണ ആൻഡ് ഫാമിലി ഈ അമ്മാമ്മനെ അല്ലെങ്കിൽ അമ്മേനെ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരൊന്നുമല്ല. അവര് ചെലവിന് കൊടുക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. സി എൻഡ് ഓഫ് ദ ഡേ എല്ലാവരും സെപ്പറേറ്റ് ഫാമിലീസ് ആയി. അവർക്ക് എല്ലാവർക്കും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ, ഫാമിലീസ് ഒക്കെ ഉണ്ട്. പിന്നെ പാരന്റ്സിന് നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അത് അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരുടെ ആദ്യത്തെ ഒരു വീഡിയോയിൽ അറിഞ്ഞോ അറിയാതെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ വന്നു പോയപ്പോഴേക്കും വ്യൂവേഴ്സ് അത് ഏറ്റെടുത്തു. കമന്റ് ബോക്സിൽ അത് റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഓഫ് കോഴ്സ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ എടുത്ത് വീഡിയോ ചെയ്ത് ഈ ഒരു വിഷയം വേറൊരു ലെവലിലേക്ക് കൊണ്ടെത്തിച്ച് അവരുടെ കുടുംബത്തിൽ മാത്രം നടക്കേണ്ട ഒരു കാര്യം പബ്ലിക്കിൽ ചർച്ചാ വിഷയമാക്കി. ഇത് ഇവിടം കൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. ഇനി അഹാന വന്നിട്ട് മറ്റു ചില വെളിപ്പെടുത്തലുകളും കൂടി ഇതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അതും കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. അമ്മൂമ്മയും നമ്മളുമായിട്ടുള്ള കോൺടാക്ട് കട്ട് ആവുന്നതെന്ന് പറഞ്ഞാൽ ഇസ് ഓൺ ദ 31st of October 2025, 1 day before ഇഷാനീസ് ബർത്ത്ഡേ. ഇഷാനിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും വരാനിരുന്നതാണ്. ഒരു അമ്മൂമ്മയായിട്ടൊരു മാസീവ് ഫോൾ ഔട്ട് സംഭവിച്ചത് കൊണ്ടാണ് അവർ വരാതിരുന്നതും. പിന്നെ ഞാൻ അമ്മൂമ്മയെ നമ്മളെല്ലാവരും കാണുന്നത് തന്നെ അപ്പൂപ്പ മരിക്കുന്ന ദിവസമാണ്, വിച്ച് ഇസ് ഓൺ ദ 29th of March 2026. എൻ്റെ അമ്മൂമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കുറ്റമൊന്നും പറയാൻ വലിയ ആഗ്രഹമില്ല. പക്ഷേ ഷീ ഈസ് എ വെരി പ്രോബ്ലമാറ്റിക് പേഴ്സൺ. ഷീ ഈസ് എ വെരി ഡിഫിക്കൽട്ട് ടു അഡ്ജസ്റ്റ് പേഴ്സൺ. ഐ വെരി ബാഡ്ലി ഫീൽ സോറി, ഐ റിയലി ഫീൽ വെരി സാഡ് ഫോർ മൈ മദർ. കാരണം എൻ്റെ അമ്മ ഒരു ഗ്രേറ്റ് മദറാണ്. സോ യൂഷ്വലി ഇപ്പം ഞാൻ നാളെ എൻ്റെ കുട്ടികളോടൊരു നല്ല അമ്മയാണെങ്കിൽ that is probably because I had a good mother and I saw what it is to be a good mother and give motherly love. ആ സ്നേഹം ഞാൻ ചിലപ്പോൾ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുമായിരിക്കും. അമ്മ നമുക്ക് ഒരുപാട് മദർലി ലവ് തരാറുണ്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട് അമ്മ അത് എവിടെ നിന്ന് കണ്ടുപഠിച്ചു, അല്ലെങ്കിൽ കാരണം അമ്മയ്ക്ക് അത് ലൈഫിൽ കിട്ടിയിട്ടില്ല. പക്ഷേ അത് മേ ബി അമ്മയൊന്നും അത്രയും റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. ബിക്കോസ് മൈ ഗ്രാൻഡ് ഫാദർ വാസ് എ വെരി ഗുഡ് പാരൻറ്റ്. ഹി വാസ് ഡൂയിങ് എവറിത്തിങ് എ റിയലി ഗുഡ് പാരൻറ്റ് ഷുഡ് ഡു. അപ്പോൾ അമ്മയ്ക്ക് കൊച്ചിലേ തൊട്ടേ അമ്മൂമ്മ എപ്പോഴും ഒരു വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ പ്രോബ്ലമാറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരാളാണ്. അത് നമുക്കൊക്കെ കൊച്ചിലെ കുഞ്ഞുനാൾ തൊട്ടേ അമ്മൂമ്മയുടെ ഓരോ പ്രാന്ത സ്വഭാവങ്ങളാണ് നമുക്ക് ഓർമ്മ. പക്ഷെ നമ്മൾ ആസ് വി ഗ്രോ അപ്പ് ആൻഡ് ആസ് ഷീ ഗെറ്റ്സ് ഓൾഡർ നമ്മൾ വിചാരിക്കും പോട്ടെ സാരമില്ല, അമ്മൂമ്മയല്ലേ പോട്ടെ സാരമില്ല എന്ന്. കാരണം ഇപ്പം നമുക്കൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയും മരിച്ചു, അച്ഛൻ്റെ അച്ഛൻ പണ്ടേ മരിച്ചു. അപ്പം നമുക്ക് ആസ് ഗ്രാൻഡ് ചിൽഡ്രൻ നമുക്ക് കാണില്ലേ ഒരാഗ്രഹം, ഗ്രാൻഡ് പേരൻസ് ആയിട്ടുള്ളൊരു ടൈം, ഗ്രാൻഡ് പേരൻസിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം, ഡു തിങ്സ് വിത്ത് ദം, ഗോ ടു പ്ലേസസ് വിത്ത് ദം. അത് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. ഈ ആഗ്രഹങ്ങൾ നമുക്കുള്ളത് കൊണ്ടാണ് വി വർ കോൺസ്റ്റന്റ്ലി ഡൂയിങ് തിങ്സ് ഫോർ ദം. അല്ലാതെ അവരിങ്ങോട്ട് എന്തെങ്കിലും തരും എന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ തന്നിട്ടുള്ളത് കൊണ്ടോ ഉള്ള ഒരു ഇതിൽ നിന്ന് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഇതാണ് വന്നേക്കുന്നത്. അതായത് ഗുരുതരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പാടില്ലായിരുന്നു അഹാന എന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ. എന്തും ആയിക്കോട്ടെ, വയസ്സായ ഒരു സ്ത്രീയാണ്. അവര് നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യവും നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള ഒരു കാര്യം വെട്ടി തുറന്നു വന്നിട്ട് നിങ്ങളുടെ ഒരു വീഡിയോ ഇട്ട് പറയണമായിരുന്നോ? നിങ്ങൾ തൻവിട്ട വീഡിയോനെ കുറിച്ചിട്ടുള്ള ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർക്കണോ? ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന കാര്യം. ഇതുപോലത്തെ ഫാമിലി വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെ കുടുംബത്തിൽ നടക്കുന്ന ഓരോ ഈച്ച് ആൻഡ് എവറിത്തിങ് വന്നിരുന്ന് പറയാൻ തുറന്നു നിന്ന് കഴിഞ്ഞാൽ വളരെ മോശം, അത് റോങ് മെസ്സേജാണ് സൊസൈറ്റിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അഹാനയുടെ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്ര ലോകം കണ്ട, ഇത്ര അറിവുള്ള ആൾക്കാർ സ്വന്തം അമ്മൂമ്മേനെ കുറിച്ച് വന്നിരുന്ന് ഇങ്ങനെ പറയാൻ പാടില്ല. ശരിയായിരിക്കാം, നിങ്ങളുടെ അമ്മൂമ്മ മോശമായിരിക്കാം, പല പ്രശ്നങ്ങളുള്ള സ്ത്രീ ആയിരിക്കാം. പക്ഷെ ആ എൻഡ് ഓഫ് ദ ഡേ അവരൊരു വയസ്സായ ഒരാളാണ്. ഓക്കെ, അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അവര് നല്ല പ്രായത്തിൽ ചിലപ്പോൾ അമ്മാരി ക്രൂരതകൾ എന്ത് വേണമെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. എനിക്കറിയില്ല, നിങ്ങളുടെ വാക്കുകളിൽ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ സ്റ്റിൽ ഇത് ഇവിടെ പബ്ലിക്കലി വന്നിരുന്ന് പറയുമ്പോൾ അവരുടെ ഒരു പ്രായമൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യണം. മോശമായി പോയി.
തൻവീൻ എന്ത് കുറ്റം വേണമെങ്കിലും പറഞ്ഞു, ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് തീർന്നു തന്നെ. പക്ഷെ ആ അമ്മൂമ്മയുടെ കേസ് ഇതിന്റെ അകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അമ്മൂമ്മ എന്തുകൊണ്ടാണ് പിരിഞ്ഞ് ഇവര് തമ്മിൽ ഒരു സെപ്പറേഷൻ വന്നെന്താന്നുള്ളത് ഉൾപ്പെടെ ഇവര് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇടയിൽ ഷീ സെഡ് എ കപ്പിൾ ഓഫ് തിങ്സ്. വളരെ മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരുടെ വായി നിന്നു. അതിന് അപ്പനൊന്നായിട്ട് ഒരു ബന്ധമില്ല. ഈ നമ്മളെയൊക്കെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അമ്മൂമ്മയുടെ എന്നല്ല, ഒരു മനുഷ്യന്റെ വായിന്ന് പോലും വന്നുകൂടാത്ത തരത്തിലുള്ള, എനിക്ക് ഒരിക്കലും ഇതിൻ്റെയൊക്കെ പ്രൂഫും കാര്യങ്ങളും നമ്മുടെ ഉണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് നമ്മൾ പുറത്ത് വിടുക? വി ടോക്കിംഗ് അബൌട്ട് ആർ ഓൺ ഫാമിലി മെമ്പേഴ്സ്. അതുകൊണ്ട് ഈ പ്രൂഫൊക്കെ എൻ്റെ നിന്ന് മാത്രമല്ല, എന്നെ അടുപ്പായിട്ട് പരിചയമുള്ള ആരെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ വേണമെങ്കിൽ ചോദിച്ചു. എവ്രിബഡി നോസ് വാട്ട് ദിസ് ഗ്രാൻഡ് മദർ ഓഫ് മൈൻഡ്. വെരി ഗുഡ്. അപ്പോ പ്രൂഫ് ഒന്നും ദൈവത്തോർത്ത് പുറത്തു വിടല്ല കേട്ടോ. കാര്യം അവര് വയസ്സായി, കുറച്ച് നാള് എത്ര നാൾ ഉണ്ടാവുന്ന എനിക്കറിയില്ല. അവർക്ക് എന്തായാലും മരിക്കുന്നവരെ നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ പറ്റത്തേന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. എന്നാലും പറയുകയാണ്, ഇത്രയും ഇത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. പബ്ലിക്കലി വന്നുപോയ വീഡിയോ ഇനി നിങ്ങൾക്ക് റിട്രീവ് ചെയ്യാൻ പറ്റില്ല, തിരിച്ചെടുക്കാൻ പറ്റില്ല. നിങ്ങൾ ശരിയായിരിക്കാം വെക്കുകയും, പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു കാര്യം നിങ്ങൾ പ്രൂഫ് കാണിക്കില്ല, സ്വന്തം കുടുംബത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു, എന്നിട്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെച്ചേക്കണം എന്താണെന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ തൻവി നിങ്ങൾ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? തൻവി പറഞ്ഞു വെച്ചൊരു കാര്യം നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഭവിച്ചു, അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വന്നിരുന്നു കുറെ കാര്യങ്ങൾ പറയുന്നു. സോ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് നിങ്ങൾ സംസാരിച്ച് തീർത്തിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ഓക്കെ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ വന്ന് പറഞ്ഞാൽ മതി. ഈ അമ്മൂമ്മേനെ ഈ വയസ്സായ സ്ത്രീനയിലേക്ക് വലിച്ചിടാണ്ട് കാര്യങ്ങൾ പറഞ്ഞങ്ങ് തീർക്കുക. ഒരു വീഡിയോയിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ അത്ര ഒരു കമ്പനി അല്ല, അല്ലെങ്കിൽ അത് ഇപ്പോൾ അത്ര കോണ്ടാക്ട് ഇല്ല, അത് ഞങ്ങളുടേതായിട്ടുള്ള ഫാമിലിയിലുള്ള പേഴ്സണൽ കാര്യങ്ങളുണ്ട്, വേറെ ഒന്നുമില്ല, ആരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ ഇതാക്കാനോ നിൽക്കണ്ട എന്നെങ്കിലും പറഞ്ഞ ആൾക്കാർ ഇത്ര എടുത്തിട്ട് ഊക്കുമായിരുന്നു. ഇതിപ്പോ ആവശ്യമില്ലാതെ നിങ്ങളുടെ കുടുംബകാര്യം നിങ്ങൾ തന്നെ വന്നിരുന്ന് പറഞ്ഞ അവസ്ഥയായി. മോശം. തൻവി നോസ് വൈ വി ആർ നോട്ട് ഇൻ ടച്ച് വിത്ത് ഹെർ വെരി 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 ക്ലിയർലി. എന്നിട്ട് കാനഡയിൽ നിന്ന് വിളിച്ച് ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വീഡിയോ കോൾ വിളിക്കുന്നു. അമ്മൂമ്മയെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ച പോലെ കുറേ ഡയലോഗ്സ്, എന്താണ് എന്നെ വിളിക്കാൻ ആരുമില്ല, ഞാൻ ഈ വീട്ടിലൊറ്റയ്ക്കാണ്, അങ്ങനെ ഇങ്ങനെ. അതെടുത്തിടാൻ തൻവി കാണിച്ചൊരു മനസ്സ് എനിക്കൊന്നുമില്ല പറയാൻ. വെൻ ഷീ വെരി വെൽ നോസ് വാട്ട് ദിസ് ലേഡി ഹെസ്. തൻവിക്ക് അത്ര കൺസേൺ അമ്മൂമ്മയടുത്തുണ്ടെങ്കിൽ വൈ കുഡൻ ഷീ ടെൽ അമ്മൂമ്മ പറഞ്ഞത് തെറ്റ്, ചെയ്തത് തെറ്റ്, അവരോട് പോയി ഒന്ന് അപ്പോളജൈസ് ചെയ്യും. കാരണം പ്രായമായ ആളല്ലെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് പോട്ടെ അങ്ങ് ഫൊഗീവ് ചെയ്ത് വിടാം, പക്ഷേ നോട്ട് എവറിഥിങ്. യുവർ ഏജ് ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ് ടു സേ എനിത്തിങ്. അപ്പം തൻവിക്കിപ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെ പുള്ളിക്കാരി എടുത്ത് വന്ന് അപ്പോളജൈസ് ചെയ്യാൻ പറഞ്ഞുകൂടായിരുന്നോ? അപ്പോളജൈസ് ചെയ്തൊന്ന് നല്ലപോലെ ഒന്ന് സോറി പറഞ്ഞെങ്കിൽ നമ്മൾ ആ പോട്ടെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വി കുഡ് ഹാവ് കെപ്റ്റ് എ ബേസിക് കോൺടാക്ട് വിത്ത് ഹർ. അതിനെ പോയി ഒരു വീഡിയോ എടുത്ത് ഒരു ഇതൊക്കെ പറയിപ്പിച്ച് ആ വീഡിയോ എടുത്ത് ഒരു വ്ളോഗർ ഇങ്ങനെ പുറത്തിടുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഈ ബാക്ക് സ്റ്റോറി തൻവി എന്താ പറയാ ലൈവ് വീഡിയോ കോൾ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ സോറി അത് വ്ളോഗിൽ കൂടി കാണിച്ചതിനോട് ഞാനും എതിരഭിപ്രായം തന്നെയാണ്. അത് മോശമായി പോയത്, അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എഗെയിൻ അഹാന വന്ന് പറയാം, അഹാനെ പോലെ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എഗെയിൻ ലോകം കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വന്നിട്ട് ആ വയസ്സായ സ്ത്രീ വന്ന് നിങ്ങളോട് കൈകാലം പിടിച്ച് മാപ്പ് പറയണം എന്ന് പറയാൻ വേണ്ടി നിങ്ങളുടെ മനസ്സെന്താണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിയാണ്, എഗെയിൻ എല്ലാവരുടെയും ഫാമിലിയിൽ വയസ്സായ അമ്മൂമ്മക്കോ അപ്പൂപ്പന്മാർക്കോ ഇതുപോലത്തെ പല വാരി പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ അവരെല്ലാരും മാപ്പം പിടിച്ച് കൈകാലം പറഞ്ഞ് കൈകാലം പിടിച്ച് നടക്കണമെന്നൊന്നുമില്ല. അത് നമ്മളങ്ങ് ക്ഷമിക്കാൻ വിടുക. വയസ്സായ ആൾക്കാരല്ലേ. കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴോ പറയുമ്പോഴോ നമ്മൾ അവരോട് വൈരാഗ്യം ദേഷ്യം വെച്ച് ഇങ്ങനെ ഇരിക്കുമോ? അല്ലെങ്കിൽ അവരൊന്ന് മാപ്പ് പറയട്ടെ എന്ന് പറഞ്ഞിരിക്കുമോ? ഇല്ലല്ലോ. ഇതുപോലെ തന്നെ വയസ്സായവരും എപ്പോഴും എല്ലാരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം, വയസ്സാവും തോറും കുട്ടികളുടെ മനസ്സിലേക്ക് വരുന്നു. അതങ്ങനെയാണ്. ഇനി അവര് നല്ല പ്രായത്തിലാണ് നിങ്ങളോടും ക്യാരക്ടർ അസാസിനേഷൻ നടത്തിയെന്നൊക്കെ പറഞ്ഞത്. വാട്ടെവർ. ഇപ്പൊ അവരെ പ്രായം ഒന്ന് കൺസിഡർ ചെയ്തുകൂടായിരുന്നോ? ആ സ്ത്രീ വയസ്സായി മരിക്കാറായി അല്ലേ, നല്ല പ്രായമായി. അപ്പൊ അവർക്ക് ഇനിയുള്ള കുറച്ചു കാലങ്ങളിൽ നല്ല എന്തെങ്കിലും നിങ്ങളുടെ അടുത്തുനിന്ന് ഇതായിട്ട് അങ്ങനെ പോയാൽ മതിയായിരുന്നു. ഇതൊക്കെ അൺവാണ്ടഡ് ആണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഈ വക വിഷയങ്ങളൊക്കെ ഇവരെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. കാര്യം ഇവർ ഇത്രയും നാളുടെ വീഡിയോയുടെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഇത് ഒരുമാതിരി നാട്ടിലെ വെറും കച്ചറ ഫാമിലി വ്ളോഗേഴ്സ് ചെയ്യുന്ന ആ ലെവലിലേക്ക് താത്ത്. പണ്ടൊക്കെ നമ്മൾ ഇതുപോലെ യൂട്യൂബിൽ വീഡിയോസ് വരുമ്പോൾ പറയാറുണ്ട് ഫോർച്യൂണർ വാങ്ങാനുള്ള പ്ലാനാണ്. ഇതിപ്പോ എന്ത് വാങ്ങാനുള്ള പ്ലാനാണ്? ശരിയാണ്, നിങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ട്, നിങ്ങൾ ഫാമിലി തന്നെ തീർക്കണമായിരുന്നു. ഇതിപ്പോ പബ്ലിക്കായി എന്തിന്റെ ആവശ്യം ഉണ്ടാകുന്ന ആലോചിക്കണം. ദൈവത്തോർത്ത് ഇതുപോലെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അടുത്ത് പറയാം, നിങ്ങളുടെ ഫാമിലിയിലുള്ള വെരി പേഴ്സണൽ കാര്യം പബ്ലിക്കിൽ ഇട്ടല്ലേ. അത് സൊസൈറ്റിക്ക് റോങ് മെസ്സേജ് ആണ്. അത് മറ്റു പലർക്കും പേഴ്സണലി, ഈ അമ്മൂമ്മക്കൊന്നും യൂട്യൂബ് ചാനലുള്ള ഒന്നല്ല, അവർക്കൊക്കെ പേഴ്സണലി അത് ബുദ്ധിമുട്ടുണ്ടാവും. ഈ വയസ്സാം കാലത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അവർ എത്ര മോശം സ്ത്രീ ആയിക്കോട്ടെ. അല്ലാതെ ഒന്നും ഞാൻ പറയുന്നില്ല, ഇവരെയൊക്കെ എക്സ്പീരിയൻസോ ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഈ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള, ഇത്രയും പ്രായമായിട്ടുള്ള ഉള്ളവരുൾപ്പെടെ കാര്യങ്ങൾ പുറത്തു എന്ന് പറയുന്നത് അത്ര നല്ല പരിപാടിയല്ല.
എന്തായാലും ഞാൻ ജനങ്ങളോടായിട്ട് പറയാം, ഇവരൊന്നും ഫാമിലിയിലൊന്നും വേറെ പ്രശ്നമില്ല. അതായത് ഈ അമ്മൂമ്മേനെ നോക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇവരൊക്കെ ആരുടെ അടുത്തും ഇല്ല. അവരെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, ചെയ്തു പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. തൻവിയുടെ വായിന്ന് അറിയാണ്ട് വന്നൊരു സാധനത്തിന് തൻവിയും അത് കറക്റ്റ് ചെയ്ത് എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ വിഷയം. പക്ഷേ ഇത് ഇനി പോവാൻ സാധ്യതയുണ്ട്. ഇനി തൻവിയുടേതായിട്ടുള്ള വേറൊരു വീഡിയോ ഇറക്കും. ഇതിനൊക്കെ നല്ല വ്യൂവർഷിപ്പ് കൂടുതൽ കിട്ടും, കാശും കിട്ടും, അവർക്ക് രണ്ടു കൂട്ടർക്കും കാശ് കിട്ടും. സോ ഇതൊരു ഫൈറ്റ് ഇനി അങ്ങനെ തുടർന്ന് പോയി നാറ്റ കേസ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആവാതിരുന്നാൽ നല്ലത്. ഇവര് തെളിവും കുന്തമൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ നാണക്കേടാണ്. അങ്ങനെ ആവാതിരിക്കട്ടെ.